ഞാൻ പറയട്ടെ, എന്തായി എന്താ വിശേഷം? നാട്ടിൽ പോവാൻ തോന്നുന്നുണ്ടാ? ഇടക്കിടക്ക് ടിക്കറ്റ് റേറ്റ് നോക്കണണ്ടാ? ഇൻ കേസ് നാട്ടിലോട്ട് വിളിക്കുമ്പോ നാട് മിസ് ചെയ്യണ്ടളിയാന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ എന്തിനാ കഷ്ടപ്പെട്ട് അവിടെ നിക്കണ? നിർത്തി പോന്നൂടെ എന്ന് പറയുന്നവർക്ക് പൊന്നളിയ, ചേട്ടാ, ചേച്ചി, അങ്കിളെ, ആന്റി, നാട്ടുകാരെ, വീട്ടുകാര്, ഇത് ഞങ്ങളുടെ കുഞ്ഞിലത്തെ അംബീഷൻ ഒന്നും ആയിരുന്നില്ല. വലുതാവുമ്പോഴത്തേക്കും പുറത്തേതെങ്കിലും രാജ്യത്ത് പോയി ജോലി എടുക്കണമെന്ന്. സാഹചര്യം കൊണ്ട് ഈ ഓപ്ഷൻ തിരഞ്ഞെടുത്തവരാണ്. ചെയ്യണ പണിക്ക് ഈ ഒരു വരുമാനം നാട്ടിലില്ലാത്തതുകൊണ്ട് കയറിപ്പോകും. അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ തിന്നിട്ടെല്ലാം കൂടെ കുത്തിവെത്തുക. ആ, അന്ന് ഇനി ഗൾഫിൽ പോയേക്കാം. അങ്ങനെ ഒന്നല്ല. അങ്ങനെ തീരുമാനിച്ച ഒരാളും ഞങ്ങളുടെ കൂട്ടത്തിലില്ല. പിന്നെ ഈ നാടും മലയും പച്ചപ്പും ഹരിതാപവും പണ്ടത്തെ വെക്കേഷന്റെ പഴയ ഫോട്ടോയും ഒക്കെ എടുത്ത് സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ ഷെയർ ചെയ്യണത്, അതൊക്കെ നടുവേദനക്ക് മൂവ് അടിക്കണ പോലെ ഒരാശ്വാസം. നാട് മിസ് ചെയ്യുമ്പോ അപ്പൊ തന്നെ ഫ്ലൈറ്റ് യാത്ര ചെയ്ത് വരാനായിട്ട് നമ്മളെല്ലാരും യൂസഫ് അലി ഒന്നുമല്ലോ, ജനിച്ചെടുത്ത് ജനിച്ചു എന്നുള്ളൂ. കോയിൻസിഡൻസ്. ഈ പഠിക്കാനും ലോൺ അടക്കാനും വേറെ എന്തെങ്കിലും ബാധ്യത തീർക്കാനും അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് നാട് വിടേണ്ട ഗതികേട് ഉണ്ടായിരുന്ന നമ്മള് വല്ലപ്പോഴും പഴയ കുറച്ച് ഫോട്ടോസും സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോഴത്തേക്കും പറ്റൂലെങ്കിൽ നിർത്തി പോകുന്നൂടെ എന്ന് മാത്രം പറയരുത്. സാരമില്ലല്ലയാ, അടുത്ത തവണ വരുമ്പോഴത്തേക്കും നമുക്ക് വിളിക്കാം എന്ന് പറഞ്ഞ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ശരി എന്നാ കാണാം. ഞാൻ പോയിട്ടെ ടിക്കറ്റ് റേറ്റ് എന്താണെന്ന് എന്നെങ്കിലും നമ്മൾ നാട്ടിലൊക്കെ വന്ന് സെറ്റിൽ ആവും.